ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത്. അങ്ങനെ ചായയൊക്കെ വെച്ച് കുടിച്ചു. ഇന്നിപ്പോൾ ക്ലാസ് ഇല്ലായിരുന്നു, അപ്പോൾ കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് കുഞ്ഞിൻ്റെ കുറച്ചല്ല കേട്ടോ, 2 ഫ്രണ്ട്സ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരവിടെ നിന്ന് ചായ കുടിക്കുകയും ടി വി കാണുകയൊക്കെയാണ്. വേദനയൊക്കെ കുറവുണ്ട് കേട്ടോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉച്ചക്കത്തേക്ക് ഇവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നില്ലേ, അമ്മച്ചിയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇന്ന് ലഞ്ചിന് കുറച്ച് അയല കിട്ടി, നല്ല അയല. അതാണ് ഇന്ന് ലഞ്ചിന്. അപ്പം മീൻ വെട്ടലല്ലേ അമ്മ തന്നെയായിരുന്നു, ഞാൻ മീൻ അങ്ങനെ വെട്ടാറില്ലായിരുന്നു. അമ്മയില്ലാത്തതുകൊണ്ട് ഇന്നിപ്പം ഞാനാണ് മീൻ മുറിക്കുന്നത്. എനിക്ക് കത്രിക ഉണ്ട ഇഷ്ടം കേട്ടോ, കത്രിക ഉണ്ട ഞാൻ വെട്ടും. എനിക്ക് കത്തി കൊണ്ട് അത്ര അറിയത്തില്ല. അങ്ങനെ മീനൊക്കെ മുറിച്ച് നല്ല മീനായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള മീനാണ്, കുഴപ്പമൊന്നുമില്ല. പിള്ളേർക്ക് ചോറൊക്കെ കൊടുക്കണ്ടായിരുന്നോ, അതുകൊണ്ട്. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ. ഇവിടെ മഴയൊന്നുമില്ല, മഴയൊക്കെ കുറവുണ്ട്. പിന്നെ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, ഇതെല്ലാവരും കണ്ടോ? കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. പിന്നെ ഞാൻ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുകയുള്ളൂ കേട്ടോ മീനകത്ത്. എനിക്കങ്ങനെ വറുക്കുന്നതാണ് ഇഷ്ടം. ചിലവരിങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ എല്ലാം അങ്ങനെ അരച്ച് ചേർക്കുകയൊക്കെ ചെയ്യുന്നില്ലേ. ഞാൻ കൂടുതലും ഇങ്ങനെയാണ് കേട്ടോ ആക്കാറ്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചിലപ്പോൾ കുരുമുളക് പൊടി ഇടും. പിന്നെ ഇവനത്ര എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടും. എരിവ് അത്രയും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി അങ്ങനെ ഇടാറില്ല. പിന്നെ ആരെങ്കിലും വീട്ടിൽ വരുമ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടും, കുറച്ച് എരിവ് വേണമല്ലോ. ഈ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുമ്പോൾ അത്ര എരിവില്ലേ, അതുകൊണ്ട് ഞാൻ ആരെങ്കിലും വരുമ്പോൾ ഞങ്ങൾ കുറച്ച് മുളക് പൊടി ഇടും. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ വറുക്കാൻ പോവാണ്. ഉച്ചയ്ക്ക് നല്ല മീൻ വറുത്തതും കിഴങ്ങ് മെഴുക്ക് വരട്ടി, പുളിശ്ശേരി മീൻസ് മോര് കറി കേട്ടോ, നമ്മുടെ ഇവിടെ മോര് കറി എന്നാണ് പറയുന്നത്. മോര് കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതേ നല്ല അയല ഫ്രൈ ചെയ്യാൻ വെച്ചു. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കലെല്ലാം കഴിഞ്ഞു. ഇതേ പാത്രം കഴുകൽ, ഉച്ചക്കത്തോടു കൂടി അടുക്കള പൂട്ടി. ഉച്ചക്കത്തെ പാത്രം കഴുകലോട് കൂടി കുറച്ച് നേരത്തേക്ക് അടുക്കളയ്ക്ക് റെസ്റ്റാണ് കേട്ടോ. എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കും. അയ്യോ, കഴിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ പാത്രം കഴുകലാണ് ഒരു ഭയങ്കര വലിയ പണി. അങ്ങനെ പിന്നെ എനിക്ക് അധികം ഇല്ല കേട്ടോ, ഞാൻ അപ്പോൾ കഴുകി വെക്കും, അതുകൊണ്ട് അധികം ഇല്ല. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ച് ഞങ്ങളൊക്കെ കൂടെ കഴിച്ച പിള്ളേർ പോയി കേട്ടോ, കാണാൻ വന്ന പിള്ളേർ പോയി. അപ്പോൾ ഞങ്ങൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ ഒന്ന് വേഗം കഴുകി അവിടെ അന്നേരം തന്നെ അങ്ങ് തുടച്ചും കൂടി ഇടും. എന്നാൽ പിന്നെ ഒരു പണിയില്ലല്ലോ. എല്ലാവരും ചിലവരൊക്കെ കാണും ഇങ്ങനെ സിങ്ക് നിറച്ച് പാത്രങ്ങൾ ഇടുന്നത്. അങ്ങനെ ഇട്ടാൽ തന്നെ നമുക്ക് പിന്നെ കഴുകാനേ തോന്നുന്നില്ല. ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ എന്തോ എൻ്റെ കർത്താവേ ഇതെല്ലാം എങ്ങനെ കഴുകിയെടുക്കുമെന്ന് വിചാരിക്കും. എനിക്ക് ഭയങ്കര മടിയാട്ടോ പാത്രം കഴുകാൻ. പാത്രം ഞാനങ്ങനെ കൂട്ടിയിടുകയില്ല, അങ്ങോട്ട് ഞാൻ അപ്പോൾ ഉള്ളത് അപ്പോൾ കഴുകി വെക്കും. ഇതിൽ പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് കഴുകാൻ. പിന്നെ അതെല്ലാം കഴുകി കഴിഞ്ഞ് ഞാനെല്ലാം അടിച്ചു വാരി തുടച്ചിടും. അപ്പം ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ.